അർജുൻ്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഷിരൂരിലെ അവലോകന യോഗത്തിന് ശേഷം ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ ചേർന്ന് മിനിസ്റ്റർ എ.കെ. ശശീന്ദ്രനാണ്. മുഖ്യമന്ത്രി കർണാടക മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അടക്കം കത്തയച്ചു എന്നാണല്ലോ മിനിസ്റ്റർ പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആ കത്തിലുള്ളത്? അല്ല, അവിടെ മുഖ്യമന്ത്രി പ്രധാനമായും നേവിയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ ലഭ്യമായതിനേക്കാൾ വിദഗ്ധമായ ഏതെങ്കിലും ടീമുണ്ടോ? ഈ റാപ്പിഡ് റെസ്പോൺസിബിൾ ടീം പോലെ അങ്ങനെ വല്ല എക്സ്പീരിയൻസ്ഡ് ആയ സ്പെഷ്യൽ ടീം ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ടീമിനെ കൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടിക്കാൻ കഴിയുമോ? അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം ഈ അടിയൊഴുക്കിൻ്റെ പ്രശ്നത്തിൽ റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമായാലും അല്ലാത്തവരായാലും ഒരേ ഇഫക്റ്റാണ്. ആ ഇഫക്റ്റിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. സോ ഇത്തരം ഘട്ടങ്ങളിൽ നേരത്തെ കാര്യങ്ങൾ നടത്തി പരിചയമുള്ള ടീമുണ്ടോ, അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുണ്ടോ? അപ്പോൾ അതിനാണ് ഇവിടെ പ്രാദേശികമായി മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പുഴയെന്താണെന്നറിയാം. ഇവിടുത്തെ തൊഴിലാളികൾക്കാണ് പുഴയുടെ ആഴവും ഒഴുക്കും അതിൻ്റെ ചലനങ്ങളും അറിയുക. ആ ചലനങ്ങൾ അറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ എപ്പോൾ ഏത് ഘട്ടത്തിലാണ് എങ്ങോട്ടേക്കാണ് നീങ്ങേണ്ടതെന്ന് മനസ്സിലാക്കുക. മറ്റത് സ്വാഭാവികമായ സയൻറ്റിഫിക്കായ പ്രവർത്തനം, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രായോഗിക അനുഭവം കൂടി പ്രയോജനപ്പെടുത്തുന്ന ഒരു മെക്കാനിസത്തിലേക്ക് നീങ്ങാൻ കഴിയുമോ എന്ന ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും മന്ത്രി വ്യക്തമാക്കിയത് അത് തന്നെയാണ്. അതായത് ഈ കൂടുതൽ പരിചയസമ്പന്നമുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള നേവൽ ബേസിലുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നാണ് എ.കെ. ശശീന്ദ്രന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും, അതായത് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുത് എന്നുള്ള ഒരു കാര്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്.